നോക്കുക, 10 വർഷത്തിന് ശേഷം സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചെത്തുക എന്ന ഒരു വലിയ ആവേശമാണ് UDF-ന്റെ ഉള്ളത്. തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായി, അതിനുശേഷം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ നടന്നു. ഇനി അതിന്റെ പാരമ്യത്തിൽ, അതായത് മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഔദ്യോഗികമായ ചുമതലയിലേക്ക് വരുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ആവേശം. പതിവ് UDF മന്ത്രിസഭകളുടെ സത്യപ്രതിജ്ഞ നടക്കാറുള്ളത് ലോക് ഭവനിലാണ്, അതായത് ഒരു പന്തലിട്ട് ഒരു വളരെ ക്രമീകരണങ്ങളിൽ ചുരുങ്ങിയ ഒരു വേദി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇടതു സർക്കാരുകളുടെയൊക്കെ ഒരു മാതൃകയിൽ സെൻട്രൽ സ്റ്റേഡിയം പോലെ വളരെ വിശാലമായ ഒരു വേദി തെരഞ്ഞെടുക്കുകയും അവിടേക്ക് സത്യപ്രതിജ്ഞ മാറ്റുകയും ചെയ്തത് ഈ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ്. അതിന്റെ ഭാഗമാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നഗരത്തിലെ ഹോട്ടലുകളിൽ മുറികിട്ടാനില്ല, ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്കുള്ള എല്ലാ വാഹനങ്ങളിൽ കാലുകുത്താൻ ഇടമില്ല. അതാണ് അവസ്ഥ. ഞാൻ ഇന്നലെ അനുഭവിച്ചതാണ് നേരിട്ട് തന്നെ. അപ്പോൾ ആ രീതിയിലേക്ക് ആവേശമായി മാറുന്നു തിരുവനന്തപുരം എന്നതുകൂടിയാണ്. ഇന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ക്രമീകരണങ്ങൾ നമുക്ക് ഉൾഭാഗത്തിലേക്ക് പോകുമ്പോൾ വിശദമായി തന്നെ കാണിക്കാനാവും. വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി പരിശോധനകൾ, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തം. ഇതാണ് സാഹചര്യം. അരുണ്, ഈ നഗരത്തിന്റെ പൊതുചിത്രം ഇങ്ങനെ തന്നെയാണോ ഇന്നത്തെ ദിവസം? തീർച്ചയായിട്ടും ഇന്നലെ സഹിതം ഒരു 2-3 ദിവസമായി ഇത് തന്നെയാണ് നഗരത്തിന്റെ ഒരു പൊതുചിത്രം. 10 വർഷത്തെ അധികാര വരൾച്ച, അതിനുശേഷമുള്ള അധികാരത്തിലേക്കുള്ള ഈ കടന്നുവരവ് UDF പ്രവർത്തകർ, ഒരുപക്ഷെ ആവേശം നേതാക്കളെക്കാൾ, ഈ മന്ത്രിമാരെക്കാൾ, പുതിയ മുഖ്യമന്ത്രിയെക്കാളൊക്കെ പ്രവർത്തകർക്കായിരിക്കും. അവർ അത്രയധികം ആവേശത്തോടു കൂടിയാണ് മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ കിട്ടിയ ഒരു അധികാരം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഏതായാലും അതുകൊണ്ട് അതിന്റേതായ എല്ലാ ആവേശവും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അത് ചിലർക്കൊക്കെ പാർട്ടി നേതാക്കൾ, പാർട്ടി കമ്മിറ്റികൾ ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മറ്റൊരു പല അങ്ങനെയല്ല, വാഹനങ്ങളിലായി എത്തുകയാണ് കുടുംബത്തോടെ, കുട്ടികളോടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരു ഏതാണ്ട് 3-4 ദിവസമായി കന്റോൺമെന്റ് ഹൌസിലെയും രമേശ് ചെന്നിത്തലയുടെ വസതിയിലെയും ഒക്കെ കാഴ്ച അതാണ്. അധികാരം കിട്ടിയ ദിവസം, ജയിച്ച ദിവസം നിയമസഭയ്ക്ക് മുന്നിലേക്കുള്ള ഒരു പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ വലിയ ആൾക്കൂട്ടം എല്ലായിടവും ഉണ്ട്. സയ്യിദ് സൂചിപ്പിച്ചു തന്നെയാണ്, റൂമുകൾ കിട്ടാനില്ല. ഇന്നലെ പലയിടത്തും ഭക്ഷണമൊക്കെ രാവിലെ തന്നെ 10 മണിയോടുകൂടി ഭക്ഷണം തീർന്നു പോകുന്ന അവസ്ഥയുണ്ടായി നഗരത്തിലെ ഹോട്ടലുകൾ. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ പലപ്പോഴും ഇങ്ങനെയാകാം. ഈ കോൺഗ്രസ് ഭരണത്തിന്റെ പ്രത്യേകതയാണ്, ആളുകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തും. ഇത് പക്ഷെ അവർക്ക് വല്ലാത്തൊരു ഉത്സവ അന്തരീക്ഷമാണ്. അത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാക്കില്ല. പാസുകളുടെ കാര്യമൊക്കെ 12,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു വേദിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.